നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പലർക്കും സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ഈ സ്വലാത്ത് ഇങ്ങനെ ഇത്ര സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ 10 ലക്ഷം സ്വലാത്ത്, 1 കോടി സ്വലാത്ത് ചൊല്ലി, ഇത് ഹദിയ, ഇതെങ്ങനെയാണിപ്പോൾ എന്നൊക്കെയുള്ള ഓരോ സംശയങ്ങളുണ്ടാവും. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനൊരു മറുപടി ഇൻഷാ അല്ലാഹ് തരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇതിലൊരാൾക്ക് ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുമ്പോൾ, ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്ന ആ സ്പോട്ടിൽ തന്നെ അത് എതിർവശത്തുള്ള ആർക്കാണ് അയക്കുന്നത്, എൻ്റെ കോൺടാക്റ്റിലുള്ള അല്ലെങ്കിൽ നമ്പറിലുള്ള സെലക്ട് ചെയ്ത് ഞാൻ ആ ആളെ മനസ്സിൽ കരുതി, ആർക്കാണ് അയക്കുന്നത് അവരെ കരുതി അവർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അത് അതേ സെക്കൻഡുകൾക്ക് തന്നെ അപ്പുറത്തുള്ള ആളുകൾക്ക് എത്തുമ്പോൾ, അത് എത്തുന്നത് ഏത് രൂപത്തിലാണ്? ആ മെസ്സേജ് അയക്കുമ്പോൾ അത് നേരെ ഒരു ടവറിലേക്ക് ചെന്ന് ആ ടവറിൽ നിന്ന് അത് ഏത് ലൊക്കേഷനിലാണോ ഈ അയച്ച വ്യക്തി ഉള്ളത് അതിൻ്റെ സബ് ടവറുകളിലേക്ക് ചെന്ന് അത് ഏത് നെറ്റ്വർക്കിൻ്റെ കീഴിലാണോ ആ നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്ത് അതിന് ശേഷം അവർ ഏത് ഏരിയയിലാണോ ഉള്ളത് അവരിലേക്ക് ആ മെസ്സേജ് ഉടനെ എത്തുന്നു. വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ ഇട്ട മെസ്സേജ്, ആ ഒരു മെസ്സേജ് അവർക്ക് മാത്രമായിട്ടാണ് കാണാൻ പറ്റുന്നത്, അവർക്ക് മാത്രമായിട്ട് എത്തുന്നു. അപ്പോൾ ഇത്രയും ഫാസ്റ്റിൽ ഈ ഒരു സംഭവം എത്തുമ്പോൾ ഇതൊരു ശാസ്ത്രീയമായിട്ട് ഈ ഒരു സംഭവം നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഈ സലാത്ത് ചെല്ലുമ്പോൾ അത് എങ്ങനെ എത്തുക എന്നുള്ള പലരുടെയും ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മെസ്സേജ് പോലും ഈ എത്തുന്നതിൻ്റെ രൂപം നിങ്ങൾ നോക്കണം. അത് നമ്മളിവിടെ നിന്ന് വിടുമ്പോൾ എത്രയോ ദൂരെ അകലെയുള്ള ആളുകൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്രത്തോളം ഈ ഒരു ശാസ്ത്രം ഇത്രത്തോളം പറയുന്നുണ്ട്. അത് എവിടെയൊക്കെ ചെന്ന് ഏതിലേക്ക് സെക്കൻഡുകൾക്കുള്ളിലാണ് അത് എത്തുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ സ്വലാത്തുകൾ ചെല്ലുമ്പോൾ, ഹദിയ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഒരാൾ ചെല്ലുന്നതിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഒരു കൂട്ടം ആളുകൾ ചെല്ലുമ്പോൾ എത്തുന്നത് എന്നുള്ള ഒരു സംശയങ്ങൾ പലർക്കും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു മെസ്സേജ് ഇടുമ്പോൾ അത് ഇങ്ങനെ ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇത്ര പെട്ടെന്ന് എത്തുന്നുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ 1024 പേര് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ വാട്സപ്പിൽ പറ്റും. അതിലൊരു മെസ്സേജ് ഞാൻ ഇടുമ്പോൾ, ഞാൻ ഇടുന്നത് ഒരു മെസ്സേജാണ്. ആ ഒരു മെസ്സേജ് അത് കാണുന്നത് 1024 പേരാണ്. വിത്തിൻ ടൈപ്പ് ചെയ്യുന്നത് ഒന്നാണ്, വിടുന്നത് ഒന്നാണ്, ആ അയക്കുന്ന ഒരു മെസ്സേജ് ഒരു ഗ്രൂപ്പിലേക്കാണ്. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള 1024 പേര് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ എങ്ങനെയാണ് മരിച്ച ഇത്രയും ആളുകൾക്ക് ഇത് എത്തുക എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു മെസ്സേജ് ഞാൻ ഒരു തവണയാണ് അയക്കുന്നത്, ആ ഒരു ഗ്രൂപ്പിൽ അയക്കുമ്പോൾ ഇത്രയും ആളുകൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സംശയിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയപരമായിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതിപ്പോൾ വാട്സപ്പ് ചാനലുകളിലാകുമ്പോൾ അതിലും കൂടുതൽ ആളുകൾക്ക് കാണാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൽ 1024 പേർക്ക് പറ്റുള്ളൂ. ഒരു ഫാത്തിഹ വിളിച്ച ഒരു സലാത്തിൽ ഇതെങ്ങനെയാണ് ഇത്ര ആൾക്ക് ഹദിയ ചെയ്യുക, എത്ര ആൾക്ക് എത്തുക എന്നുള്ളൊരു ചോദ്യം, അതിനുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ. അതേപോലെ തന്നെ എല്ലാ സലാത്ത് ഗ്രൂപ്പുകളിലും 10 ലക്ഷം, 50 ലക്ഷം, 1 കോടി സ്വലാത്തൊക്കെ ചൊല്ലി ഹദിയ ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് വൈസിൽ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതെത്തുന്നത് എന്ന് പറയാറുണ്ട്. ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ, തിരക്കുള്ള ബസ്സിൽ ഇങ്ങനെ ആ ബസ് യാത്ര ചെയ്യുമ്പോൾ അതിൽ തൂങ്ങിപ്പിടിച്ചിട്ടോ അതിൽ ബാക്കിൽ എങ്ങനെയെങ്കിലും അതിൽ നമ്മൾ കയറി പോകുമ്പോൾ അതിൻ്റെ വേഗതയിൽ നമുക്ക് അങ്ങ് എത്താൻ പറ്റും. നേരെ മറിച്ച് അതേ സ്ഥലത്ത് നമുക്ക് ബൈക്കിലോ കാറിലോ ഫ്ലൈറ്റിലോ നമുക്ക് എങ്ങനെയും പോകാം. പക്ഷെ ആ ഒരു വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇത്രയും ആളുകളുള്ള ഒരു സംഘം ബസ്സിൽ നമ്മൾ എങ്ങനെയും കയറി പറ്റി പോകുമ്പോൾ അതേ വേഗതയിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയും ആളുകൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഒരു കൂട്ടമായിട്ട് ചെയ്യുമ്പോഴും ഒന്നിച്ചെത്തുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്യുമ്പോൾ, ഒരുപാട് സ്വലാത്ത് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലി അത് ഹദിയ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോൾ അത് വലിയൊരു അത്രയും വേഗതയിൽ അത്രയും ആളുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിനത്രയും എളുപ്പത്തിൽ നമുക്കത് എത്താനും അത്രയും ആളുകളെ കൊണ്ട് അത് ചൊല്ലിപ്പിക്കാനൊക്കെ കഴിയുമെന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സലാത്തുകൾ ചെല്ലുന്നുണ്ട് എല്ലാവരും. അല്ലാഹു തആല മരണം വരെ നിലനിർത്തി തരട്ടെ. സലാത്തുമായിട്ടുള്ള പലരുടെ സംശയങ്ങളാണ്. അല്ലാഹു തആല അതൊക്കെ മാറ്റി കൂടുതൽ ചെല്ലാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.